السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നേർച്ച എന്ന വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നേർച്ച ഷിർക്കായി മാറുന്ന നേർച്ചകളും അനുവദനീയമായ നേർച്ചകളും എല്ലാം നമുക്കിടയിൽ വ്യാപകമാണ്. കൂടുതലും പൊതുസമൂഹത്തിനിടയിൽ കാണുന്ന നേർച്ച നേരുന്നതിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് നാം ശ്രദ്ധിക്കാറുണ്ട്. പല ആളുകൾക്കും അതെന്താണെന്ന് തിരിച്ചറിയാനും കഴിയാറില്ല. ഒന്നാമത്തെ, നമുക്കിടയിൽ വസ്വാസും അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിഷയമാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേർന്നാൽ, വഴിപാട് നേർന്നാൽ ആ നേർച്ച ഷിർക്കാണ്. ഒരു വേള ബലികർമ്മത്തെ കുറിച്ച് വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ കഴിയും. മൻ ദബഹ ദബീഹത്തൻ, ഒരാൾ ഒരു ബലികർമ്മം നടത്തി, ഒരു ബലിമൃഗത്തെ അറുത്തു. അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് സാമീപ്യം നേടാൻ വേണ്ടിയാണെങ്കിൽ ദബീഹത്തുഹു ദബീഹത്തു മുർത്തദ്ദീൻ, അവന്റെ ബലികർമ്മം മുർത്തദ്ദിന്റെ അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായ ആ പ്രവർത്തനമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന രൂപത്തിൽ വിശദീകരിച്ചതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, മന്ദബഹ ലിഗൈരില്ല ലഅനല്ലാഹു മന്ദബഹ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലികർമ്മം നടത്തിയാൽ അവനെ അള്ളാഹു ശപിക്കട്ടെ എന്ന്. അപ്പോ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് ഷിർക്കാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമായി തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നിസ്കാരമാവട്ടെ, ബലികർമ്മമാവട്ടെ, എന്ത് കർമ്മമാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാത്രമേ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തത്, ബലികർമ്മത്തിന്റെ വിഷയത്തിൽ അബദ്ധം സംഭവിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ നേർച്ച നേടുകയാണ്, എന്റെ വാപ്പയുടെ അസുഖം മാറിയാൽ പടച്ചവരെ ഞാൻ നോമ്പ് പിടിച്ചോളാം, 5 നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ 10 നോമ്പ് പിടിക്കാം. എനിക്ക് ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ വിവാഹം നടന്നാൽ ഞാൻ 3 നോമ്പ് പിടിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ നേർച്ചകൾ നേരാറുണ്ട്. നോമ്പാവട്ടെ, സ്വതക്കയാവട്ടെ, ഉംറയാവട്ടെ, ഇതൊക്കെയാണ് നേർച്ചയ്ക്ക് വേണ്ടി പല ആളുകളും നേരുന്നത്. അങ്ങനെ ഉപാധി വെച്ചുകൊണ്ട് ഒരിക്കലും നേർച്ച നേരാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉപാധി വെക്കാൻ നമ്മൾ ആരാണ്? പടച്ചവനെ എനിക്ക് ഇത് തന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉപാധി വെക്കാൻ ആരാണ് നമ്മൾ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അസുഖം മാറിയാൽ, രോഗം മാറിയാൽ, ജോലി കിട്ടിയാൽ, കല്യാണം നടന്നാൽ, വീട് പണി കഴിഞ്ഞാൽ, ഇങ്ങനെ കഴിഞ്ഞാൽ എന്നുള്ളൊരു ഉപാധി വെച്ചുകൊണ്ട് നേർച്ച നേരാൻ പാടില്ല. മറിച്ച് നേർച്ച നേരേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സുന്നത്തായ ഒരു കർമ്മത്തെയാണ് നമ്മൾ ഫർളാക്കുന്നത്. നേർച്ച നേരുമ്പോൾ ഇസ്ലാമിന് സുന്നത്തായ കർമ്മങ്ങളാണ് നമ്മൾ നിർബന്ധമാക്കി തീർക്കുന്നത്, സ്വമേധയാ നിർബന്ധമാക്കി തീർക്കുന്നത്. അപ്പോ ഫർദ് നമസ്കാരം നമുക്ക് നേർച്ച നേരാൻ പറ്റൂല. കാര്യം, നേർച്ച നേർന്നാലും നേർന്നില്ലെങ്കിലും ഫർദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. റമളാന്റെ നോമ്പ് നേർച്ച തരാൻ പറ്റൂല, ഹജ്ജ് നേർച്ച തരാൻ പറ്റൂല. കാരണം ഹജ്ജ് നമ്മുടെ മേൽ ബാധ്യതയാണ്. പിന്നെ അതേപോലെ തന്നെ റമളാന്റെ നോമ്പ് നമ്മുടെ മേൽ ബാധ്യതയാണ്. സുന്നത്തായ കാര്യങ്ങളാണ് നേർച്ച നേരാൻ പറ്റുന്നത്. സക്കാത്ത് നേർച്ച നേരേണ്ട വിഷയമല്ല, അതൊക്കെ നമ്മുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട വിഷയമാണ്. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായ രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കി ചെയ്യാവുന്നതാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ സ്വതക്കയാണെങ്കിൽ, ഉംറയാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റു വിഭാഗത്തുകളാണെങ്കിൽ, ഇതെല്ലാം നമ്മൾ നേർന്നു കഴിഞ്ഞാൽ ആ നേർന്ന ശേഷം അത് മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നോമ്പ് പിടിച്ചിട്ട് പടച്ചവനെ ഞാൻ നിർവഹിച്ച നോമ്പ് കൊണ്ട് നീ എന്റെ പ്രയാസം മാറ്റി തരണേ, അങ്ങനെയാണ് നമ്മൾ നേർച്ച നേർന്ന് ദുആ ഇരക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേർച്ച എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. നേർച്ച തോന്നിയതുപോലെ ഇങ്ങനെ നേരുക, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല.
ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന നദറ ലാ യുഖർരിബു മിൻ ഇബ്നി ആദമ ഷൈഅൻ ലം യകുനില്ലാഹു ഖദ്ദറ ലഹു. നേർച്ച നേർന്നത് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഖദറിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. കാരണം മാഅസാബൈ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ. ഇന്ന ദാലിക അല്ലാഹു യസീർ. സൂറത്തു അൽ ഹദീദിന്റെ 22-ാമത്തെ ആയത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ സംഭവിക്കുള്ളൂ. അപ്പൊ ഒരാള് നേർച്ച നേരുന്നത് കൊണ്ട് ലം യകുനില്ലാഹു ഫഖദ്ദറ ലഹു, അല്ലാഹു നിശ്ചയിച്ച ഒരു ഖദറിനെ മാറ്റാനൊന്നും ആർക്കും സാധിക്കില്ല. വലാകിന്ന നദറ യുവാഫിഖുൽ ഖദർ, ചില സമയത്ത് പടച്ചവൻ നിശ്ചയിച്ച ഖദറുമായി നേർച്ച യോജിച്ചു വരും എന്ന് മാത്രം. ഇനി നേർച്ച നേരുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫയുഖ്റജു ബിദാലിക മിനൽ ബഖീൽ മാ ലം യകുനിൽ ബഖീൽ യുരീദു യുഖ്റജ്. ബഖീലായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോലും സമ്പത്ത് പുറത്തെടുക്കാൻ, സ്വതക്കയുടെ രൂപത്തിലാവട്ടെ അല്ലാത്ത രൂപത്തിലാവട്ടെ, സമ്പത്ത് ആളുകൾക്ക് കൊടുക്കാൻ നേർച്ച കൊണ്ട് സാധിക്കും, കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എപ്പോഴും നേർച്ച നേരുക, അനാവശ്യമായി നേർച്ച നേരുക, ഇത് ശരിയല്ല എന്ന വ്യാഖ്യാനങ്ങൾ പോലും കാണാൻ കഴിയും. ഇനി നേർച്ച നേർന്നു കഴിഞ്ഞാൽ ആ നേർച്ച നമ്മൾ വീട്ടിയേ പറ്റുള്ളൂ. നമ്മൾ മരിച്ചു പോയാൽ അനന്തരാവകാശികൾ അത് വീട്ടണം. അപ്പോ അതുകൊണ്ട് നേർച്ച അതാണ് ഞാൻ നേർച്ച നേരുന്ന സമയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒക്കെ പറയാൻ കാര്യം എന്ന് വെച്ചാല്, ചില ആളുകള് ഹജ്ജ് നേരും, ഹജ്ജ് നേർച്ച നേരും. ഈ ഹജ്ജ് നേർച്ച നേർന്നു കഴിഞ്ഞാൽ നിർബന്ധമായും അത് വീട്ടിയേ പറ്റുള്ളൂ. ഉംറ നേർച്ച നേരും, ഉംറ നേർച്ച നേർന്നാൽ അത് വീട്ടിയേ പറ്റുള്ളൂ. അതേപോലെ തന്നെ 10 നോമ്പ് പിടിച്ചേക്കാന്ന് പറയും. ആ 10 നോമ്പ് പിടിച്ചേക്കാമെന്ന് നേർന്നാൽ അത് പിടിച്ചേ പറ്റുള്ളൂ. അവിടെ ഫിദ്യ കൊടുത്ത് ഒഴിവാകുന്ന ഒരു വിധി അവിടെ ഇല്ല. കാരണം എന്ന് വെച്ചാല് ആ നോമ്പ് നിർബന്ധമാണ് നമുക്ക്. അപ്പൊ എന്ത് കർമാണോ നേരുന്നത് അത് നിർബന്ധമായും ചെയ്തേ പറ്റുള്ളൂ. കാരണം മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔഫി മിൻ നദിരിക്, നിന്റെ നെതിർ നീ പൂർത്തിയാക്കണം, നേർച്ച പൂർത്തിയാക്കണം. ഉമ്മ മരണപ്പെട്ടു പോയി, സ്വതക്കയോ മറ്റോ കൊടുക്കാറുണ്ട്. സ്വഹാബിയോട് പ്രവാചകൻ പറഞ്ഞു, ഔഫി ബിനദിരിക് ഔഫി ബിനദിരിഹ, അവളുടെ നെതിർ, അവളുടെ ഈ നേർച്ച നീ പൂർത്തിയാക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ നേർച്ച നിസ്സാരമായി നമ്മൾ കാണാൻ പറ്റില്ല. മരിച്ചു പോയാൽ അനന്തരാവകാശികൾ പൂർത്തിയാക്കണം. അതുകൊണ്ട് പള്ളിക്ക് 10 ലക്ഷം രൂപ കൊടുത്തേക്കാൻ നേർത്തിട്ട് കടത്തിൽ മരിച്ചു പോയാണ് വാപ്പ, അത് ബാധ്യത ഉണ്ടാക്കലാണ്. വാപ്പക്ക് സ്വന്തമായി ബാധ്യത ഉണ്ടാക്കുക, അനന്തരാവകാശികൾക്ക് പിന്നെയും ബാധ്യത ഉണ്ടാക്കുക. പറ്റുന്നതേ ചെയ്യാവുള്ളൂ, പറ്റുന്നതേ നേർച്ച നേരാവുള്ളൂ. നേർച്ച നേർന്ന് അത് മുൻനിർത്തി ദുആ ഇരക്കുക, ഇതാണ് അതിന്റെ വിധി എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അസുഖം മാറ്റി തന്നേ പറ്റുള്ളൂ, അങ്ങനെ ഒന്നും നമുക്ക് നേർച്ച കൊണ്ട് പടച്ചവന്റെ മുമ്പിൽ വാദിക്കാൻ പറ്റൂല. അത് മുൻനിർത്തി പടച്ചവനോട് ദുആ ഇരക്കുക. പിന്നെ മറ്റൊരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നതെന്ന് വെച്ചാല്, ചില ആളുകള് ഹറാമായ ബിദ്അത്തായ പല നേർച്ചകൾ നടത്താറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, മരിക്കാൻ വേണ്ടി ഒരാൾ കിടക്കണം. മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാള് അദ്ദേഹത്തിന് മരണം എളുപ്പമാക്കാൻ വേണ്ടി പോത്തിനെ അറുത്ത് കൊടുക്കുന്ന ഒരു രീതി, അത് ചില സ്ഥലത്ത് വ്യാപകമാണ്. റൂഹ് പോകാൻ വേണ്ടിയിട്ട് പോത്തിനെ അറുക്കുക, അതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല. അങ്ങനത്തെ ബിദ്അത്തുകളായ നേർച്ചകൾ നമ്മൾ നേരരുത്. അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് റൂഹ് പോയിക്കോളും. നമ്മളായിട്ട് ആടിഞ്ഞ പോത്തിനെ അറുത്ത് റൂഹിനെ കളയാൻ നമുക്ക് അവകാശം ഇല്ല. വമാതദ്രി നഫ്സും ബിഅയ്യിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും എന്ന് പടച്ചവൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആർക്കും അറിഞ്ഞുകൂടാ, അല്ലാതെ. അതേപോലെ തന്നെ ഇപ്പൊ വ്യാപകമായി തെക്കൻ കേരളത്തിലൊക്കെ ഉള്ളൊരു സംഭവമാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അരി കൊടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ മലബാറിലുണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെയൊക്കെ വ്യാപകമാണ്. ഈ അരി കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മരിച്ച ആൾക്ക് വേണ്ടി സ്വതക്ക ചെയ്തു എന്ന് വെച്ചിട്ട് അത് തെറ്റാണെന്നൊരു ഹുക്കുമാരും പറഞ്ഞിട്ടില്ല. പക്ഷെ മരിച്ച അന്ന് തന്നെ അരി കൊടുക്കുക, പിന്നെ 3-ന്റെ അന്ന് കൊടുക്കുക, 7-ന്റെ അന്ന് കൊടുക്കുക, 15-ന്റെ അന്ന് കൊടുക്കുക, 40-ന്റെ അന്ന് കൊടുക്കുക, 1 വർഷം തികയുമ്പോൾ കൊടുക്കുക. ഇതൊക്കെ പേര് മാറ്റി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. 7, 3, 15, 40 എന്നൊക്കെ പറയുമ്പോൾ അടിയന്തരം, പിന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പേര് മാറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മരിച്ചയാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേരാൻ, ഇതുപോലെ സ്വതൊക്കെ കൊടുക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് അത് കൊടുത്തിട്ട് അത് മുൻനിർത്തി മക്കളോ വാപ്പമാരോ മക്കളോ ഒക്കെ മരിച്ചയാൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
കാരണം മരിച്ചാൽ കിട്ടുന്ന അമലുകൾ പറയുമ്പോൾ വലതുൻ സ്വാലിഹുൻ യദ്ഉലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വലിഹായ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇല്ലാത്ത പല നേർച്ചകളും പല സ്വതക്കുകളും ഒക്കെ കൊണ്ടുവന്ന് സമൂഹത്തില് ഒരു വസ്വാസും ഫിത്തരയും ഉണ്ടാക്കുന്നതിൽ നമ്മൾ പല മുജാഹിദ് കുടുംബങ്ങളിൽ പോലുള്ള ആളുകൾ ഇതിൽ ഭാഗവാക്കാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ച ശേഷം ഇതുപോലെ വ്യാപകമായി എല്ലാവരും അരി കൊടുക്കുന്ന ഒരു സിസ്റ്റം, അത് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അതെന്തായി അവസാനം ഒരു ആചാരമായിട്ട് മാറും. അപ്പോ ഈ രൂപത്തിൽ ഇല്ലാത്തത് നമ്മൾ ചെയ്ത് ഒരു ശൈലി കൊണ്ടുവന്ന് അത് വ്യാപിപ്പിച്ച് അത് പിന്നീട് സുന്നത്തായി മാറുന്ന രീതിയിലേക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് നേർച്ചയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നേർച്ച നേരാവുള്ളൂ, ചെയ്യാൻ പറ്റുന്നതേ നേരാവുള്ളൂ. ശരീരത്തിന് പ്രതികൂലമായതൊന്നും നേർച്ചയായി ചെയ്യാൻ പാടില്ല. പിന്നെ ഷിർക്ക് പരമായി ഉള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. മറിച്ച് സുന്നത്താക്കപ്പെട്ട കർമ്മങ്ങൾ സ്വമേധയാ നമ്മൾ നിർബന്ധമാക്കുക, അതാണ് നേർച്ച എന്ന് പറയുന്നത്. നിസ്കാരമാവാം, സ്വതക്കയാവാം, ഉംറയാവാം, നോമ്പാവാം, പിന്നെ ദിക്റുകളാവാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ചെയ്യുക, പറ്റുന്നത് ചെയ്യുക. ഇനി എന്തെങ്കിലും നേർച്ച നേർന്ന് വീട്ടാനുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കടമാണ്. വ്യക്തികൾ തമ്മിലുള്ള കടം നമ്മൾ പറഞ്ഞു തീർക്കാം, പക്ഷെ പടച്ചവനുമായിട്ടുള്ള കടം മരിക്കുന്നതിന് മുമ്പ് തന്നെ തീർക്കണം. മരിച്ചിട്ട്, അതായത് ഒരാൾക്ക് ജീവിതകാലത്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അനന്തരാവകാശികളോട് അത് സൂചിപ്പിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.